അപ്പൊ നമ്മൾ അഭിനയിച്ച മഹാരാജ ഹോസ്റ്റൽ മൂവി ജൂലൈ 24 റിലീസായി. അപ്പൊ പടത്തിന് അത്യാവശ്യം നല്ലപോലെ പോസിറ്റീവ് വന്നു. അത് കൂടാതെ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലപോലെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക്. അഖിലെന്നാർഡി എന്റെ പൊന്നോ, അത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. ഞാൻ പറയാം, റിപ്പീറ്റ്. അഖിലെന്നാർഡിയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ, ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. കാരണം ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ബഡ്ജറ്റ് ഒരു മൂവിയാണ്. അപ്പൊ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് കാണും. സ്വാഭാവികം. ഞാനിപ്പോ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവിയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെയായിട്ടുള്ള കുറച്ച് തെറ്റുകൾ കാണും. പക്ഷെ രാഹുലിന്റെ അഭിനയം പോരാ കേട്ടോ. എങ്ങനെ തന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ? എവിടെ വിളിയില് പിന്നെ കുറെ ആൾക്കാർ ഇടയ്ക്ക് പറഞ്ഞു കേട്ടു ഇതുപോലെ ഞങ്ങളുടെ രണ്ടോടെ ആക്ടിങ്, ഇതുപോലെ ബീറ്ററിന്റെ കാര്യം പറഞ്ഞു കേട്ടു. ഈ അഖിലെന്നാർഡിയും ഈ ആൻമേരിയുള്ള കോമഡി സീൻസും എന്തോ ഒരു ഫുഡ് ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റില്ല. കാരണം ഡയറക്ടർ പറഞ്ഞ മീറ്റാണ് ഞങ്ങൾ അഭിനയിച്ചേക്കുന്നത്. ഓഹോ, സംവിധായകൻ വിവരക്കേട് പറഞ്ഞാൽ അതും നമ്മളനുസരിക്കണം. കാരണം ഡയറക്ടറിന് ഞങ്ങളുടെ റീലുള്ള ശ്യാമ അല്ലെങ്കിൽ ആ ക്യാരക്ടറാണ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. ഈ സിനിമ 2 വർഷം മുമ്പ് എടുത്തതാണ്. അപ്പോ അതിനുശേഷമാണ് ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ അവൻ അഭിനയിച്ചത്. അപ്പൊ അതില് ഒരിക്കലും അവൻ റീൽ അഭിനയം അല്ല അവൻ കാഴ്ചവെച്ചിരുന്നത്. തുമ്മല് ചീറ്റിപ്പോയതാന്ന്. ഇതില് പുള്ളി പറഞ്ഞ നിന്റെ റീലിലെ ക്യാരക്ടർ എങ്ങനെ, അതാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെയാണ് ചെയ്തത്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് വന്നെങ്കിൽ, പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം അവർക്ക് തന്നെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവര് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇല്ല, സത്യമാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് വ്യത്യാസമുണ്ട്. എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഞാൻ അഭിപ്രായം പറഞ്ഞോളൂ, പക്ഷെ അത് ആരും കാണരുത് അങ്ങനെ പറയാതെ ഇത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ആ പറയുന്നത് ന്യായമാണ്. ഞങ്ങൾ തെറ്റുകളൊക്കെ തിരുത്തി, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തിരിച്ചു വരുന്നതായിരിക്കും. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഒരു പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഞങ്ങളോട് പറയണം. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും.